ഹായ് ഹലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ പാൽ കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വീറ്റിൻ്റെ പൗഡർ, അതായത് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ഒന്നോ രണ്ടോ സ്പൂണ് ബട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പുട്ടിനെല്ലാം കുഴക്കുന്നില്ല, അതുപോലെ ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ അതിലേക്ക് ബേക്കിംഗ് പൗഡർ, ഉപ്പ്, ഒരു മുട്ട എല്ലാം പൊട്ടിച്ച് വയ്ക്കുക. അതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു മാവ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാമായിട്ടുള്ള പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ചപ്പാത്തീൻ്റെ മാവൊക്കെ പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ കുറേ സമയം, ഒരു 10-15 മിനിറ്റ് നമുക്കിതുപോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറേ സമയം കുഴച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ കുഴച്ചെടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഈ ഒരു കേക്ക് ഉണ്ടാക്കി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഡോ എടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. കുറച്ച് കനത്തിൽ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ കനത്തിൽ പരത്തുന്നത് കൊണ്ട് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഭയങ്കരമായിട്ട് തിന്നായി പോയാൽ കുറച്ച് വരണ്ട് പോവുകയും ചെയ്യും നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതുപോലെ വട്ടത്തിൽ പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ എഡ്ജെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്ക്വയറായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പഞ്ചസാര ലൈനി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം പഞ്ചസാരയും കുറച്ച് ഒരു 2 ഗ്ലാസ് വെള്ളം ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചിട്ടെന്ന് പറയുമ്പോൾ പഞ്ചസാര നല്ലോണം മെൽട്ടായതിന് ശേഷം ഒരു നൂൽപ്പരുവം ആവുന്നത് വരെ, ശരിക്കും കൈമേലെടുത്താൽ ഒട്ടുന്ന ഒരു പരുവാകുന്നത് വരെ പഞ്ചസാര ലൈനി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് അതിന് ശേഷം നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ നമ്മൾ കേക്ക് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു എഡ്ജ് കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കണം കേട്ടോ. ഇത്രയും കനത്തിൽ നമുക്ക് മാവ് പരത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് നെയ്യിലേക്ക് ഇട്ടതിന് ശേഷം വറുത്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ പഞ്ചസാര ലൈനി ഏകദേശം ഇവിടെ ആവാറായിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ആയതിന് ശേഷം നമ്മളത് മാറ്റി വയ്ക്കുന്നതാണ്. അപ്പോൾ ഏകദേശം വറുത്തെടുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ വറുത്തെടുത്ത ഒരു കേക്ക് നമുക്ക് ഈ പഞ്ചസാര ലൈനിയിൽ ചൂടോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടോട് കൂടി ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് വൈകുന്നേരത്തെ ചായക്കായാലും വെറുതെ ഇരുന്ന് സ്നാക്ക് ആ രീതിയിലൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.